ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെയധികം പ്രാധാന്യം ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. കൂടെ ഒരു ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. ചായ ഇല്ലാത്തൊരു ദിവസമല്ല കേട്ടോ, ചായ എന്നും ഉണ്ടാവും. കുറച്ച് സമയം ഞാൻ പഠിക്കാനായിട്ട് ഇരിക്കും. ഒന്നിനും സമയക്രമമൊന്നുമില്ല, ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഇരിക്കും. നെറ്റ് എക്സാമിനുള്ള പ്രിപ്പറേഷനാണ്, ഡിസംബറിൽ എക്സാം വരുന്നുണ്ട്, അതാണ്. ഇന്ന് ഞാൻ തല നിറയെ എണ്ണ തേച്ച് കുളിക്കണം എന്ന് വിചാരിച്ചൊരു ദിവസമാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം എണ്ണ തേക്കുമ്പോൾ ഞാൻ കുറേ നേരം മസാജ് ചെയ്യും. സാധാ എണ്ണയാണ്, അല്ലാതെ കാച്ചിയ എണ്ണയല്ല. കാച്ചിയ എണ്ണ തീർന്നു പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ യൂണിക്കോണൊക്കെ ഇട്ടിട്ട് യൂണിക്കോൺ കാണുവാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ യൂണിക്കോൺ. കുട്ടുവിനും കുഞ്ഞുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അത് കണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ എനിക്ക് കുട്ടുവിൻ്റെ തലയും കൂടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ തല നിറയെ എണ്ണയൊക്കെ തേച്ചു. ഇപ്പോൾ അവൻ്റെ മുടി നന്നായിട്ട് നീട്ടുവാണ് കേട്ടോ, അതുകൊണ്ട് വെട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കൂട്ടി കെട്ടാനുള്ള പരുവമായി. ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കും. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നേരെ തല തേക്കാനുള്ള ഹെർബൽ ഫേസ് പാക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. അതിൻ്റെ കയ്യൂന്നിയൊക്കെയാണ്. വീടിന് ചുറ്റും കയ്യോന്നി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് പറിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഉലുവ തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായി. അതിനകത്തേക്ക് കയ്യോന്നിയും ചെറിയുള്ളിയും ഇച്ചിരി തൈരും പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇത് തല നിറയെ നന്നായിട്ട് തേച്ച് ഒരു 1-2 മണിക്കൂർ ഞാൻ വെക്കും. എന്നിട്ട് നന്നായിട്ട് തല കളയും. എന്തായാലും ഞാൻ തല കഴുകിയിട്ടില്ല. അതിന് മുന്നേ എനിക്ക് കുറച്ച് വീട്ടിലെ പണികളുണ്ട്. ഇന്ന് അടിച്ചു വാരി തുടയ്ക്കണം, മാറാമ്പലൊക്കെ ഒന്ന് തട്ടി തൂക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷനൊക്കെ. അങ്ങനെ വീട് മൊത്തം ഞാൻ ഓടിച്ചാടി ക്ലീനിങ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കുട്ടൂസൻ അപ്പുറം ഇപ്പുറമൊക്കെ പോയി ചെളിയാക്കി കൊണ്ടുവരും. എന്നാലും ഞാൻ വീണ്ടും ഇരുന്ന് തുടക്കി തന്നെയാണ് പണി. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് വരലക്ഷ്മി വ്രതം ആണ്. അപ്പോൾ ഇന്ന് വരലക്ഷ്മി പൂജ നടത്തണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പോൾ സാധനങ്ങളൊക്കെ ശ്യാം ഉച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ സന്തോഷപൂർവ്വം ഞാൻ ആ പൂജ ചെയ്തു. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനിരുന്ന കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.